കാസർഗോഡ് ഹൈവേയിലൂടെയാണ് നമ്മൾ യാത്ര തുടരുന്നത്. നമ്മുടെ ഇവിടുത്തെ ഹൈവേയുടെ അത്ര മൊഞ്ചൊന്നും കാസർഗോഡ് ഹൈവേക്ക് ഇല്ല കേട്ടോ. കാസർഗോഡ് കർണാടക ബോർഡറിലെ ഒരു പ്രധാനപ്പെട്ട ടോൾ പ്ലാസയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എൻ്റെ കൂടെ ഞാൻ, അതുപോലെ ലത്തിച്ച, പിന്നെ ഷെഫീക്ക് ബാക്കിൽ സീറ്റിലുണ്ട്. അങ്ങനെ മംഗലാപുരം എത്തുന്നതിന് മുമ്പായിട്ട് ചെറിയ ബ്ലോക്കൊക്കെ തുടങ്ങി. ഏതായാലും ഓഫീസ് ടൈമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമായിട്ടുണ്ട്. അങ്ങനെ മംഗലാപുരത്തിൻ്റെ ആ ഒരു കെട്ടിടങ്ങളുടെ ഒരു ദൃശ്യഭംഗിയൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മംഗലാപുരം ടൗണിലേക്ക് പ്രവേശിക്കാതെ നേരെ പോവുകയാണ്. ഒരു ഹോട്ടലിൽ കയറിയിട്ട് നല്ല അടിപൊളി ചിക്കൻ ചുക്കയും പൊറോട്ടയും കഴിച്ചു. പൊറോട്ടയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഷോക്കാണ്. നമ്മുടെ നാട്ടിൻ്റെ അത്ര ഒരു പൊറോട്ടയും വേറെ എവിടെയും കിട്ടില്ല എന്നുള്ളത് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്പോട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ വരാനുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പാർക്ക് കാറ്ററിംഗ് ആൻഡ് ഇവൻറ്റ്സ് ടീമിൻ്റെ ഒരു വലിയൊരു ഇവൻ്റ് ഇവിടെ നടക്കുന്നുണ്ട്, ഒരു കല്യാണം. അതിൻ്റെ ഡെക്കറേഷൻ വർക്കുകൾ ഇവിടെ സെറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയ്ക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത്. ഉടുപ്പിക്കടുത്തുള്ള ഗ്രാൻഡ് ബേ കൺവെൻഷൻ സെൻ്ററാണിത്. അവിടുന്ന് നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മറ്റൊരു സ്പോട്ടിലേക്ക് പോവാൻ. അങ്ങനെ ഉടുപ്പിക്കടുത്തുള്ള ഈ കല്യാണ പെണ്ണിൻ്റെ വീടാണിത്. കല്യാണ പെണ്ണിൻ്റെ വീട്ടിലേക്ക് മറ്റു കാര്യങ്ങൾ, ഫുഡിൻ്റെ കാര്യങ്ങൾ, മറ്റു സംഗതികൾ, കൊട്ടേഷനൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക്, ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കല്യാണ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇവിടുത്തെ ഒരു PWD എഞ്ചിനീയറുടെ വീടാണ്. ഇവിടെ നല്ല ഒരു പെരുമാറ്റവും നല്ല ആതിഥ്യമര്യാദയൊക്കെയുള്ള നല്ലൊരു അടിപൊളി ടീമാണ് ഇവർ. അങ്ങനെ ഇവർക്ക് നമ്മൾ പാർക്ക് ഇവൻറ്റ് ഗ്രൂപ്പിൻ്റെ കൊട്ടേഷൻ കൈമാറി മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു സ്പോട്ടിലേക്ക് പോവുകയാണ്. താലികെട്ട് നടക്കുന്ന മറ്റൊരു സ്പോട്ട്. അങ്ങനെ നമ്മുടെ ലത്തിച്ച ഫുൾ ബിസിയാണ് ഇപ്പോൾ, ഫുൾ ഹാപ്പിയാണ് അദ്ദേഹം. കാരണം ഉടുപ്പി, മംഗലാപുരം, കാസർഗോഡ്, എറണാകുളം, മറ്റു ജില്ലകളിലൊക്കെ നിരവധി വർക്കുകളാണ്, കാറ്ററിംഗ് വർക്കുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ്. ഫുഡ് ക്വാളിറ്റിയിലും ഫുഡ് ടേസ്റ്റിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവർക്ക് കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നുണ്ട്. മംഗലാപുരം കുപ്പ ബീച്ചിനടുത്തുള്ള ഒരു കൺവെൻഷൻ സെൻ്ററാണിത്. ഇവിടെ വെച്ചിട്ടാണ് താലികെട്ട് നടക്കുന്നത്. അതിൻ്റെ സ്റ്റേജ് വർക്കുകളും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഇവിടുത്തെ ചർച്ചകളും തീരുമാനങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഏകദേശം ഉച്ച സമയമായി. ഇനി ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ്. ഇവരുടെ തന്നെ ഒരു പാർട്ടിയാണ് നമുക്കുള്ളത്. ഇവിടെ അടുത്തുള്ള ഒരു അടിപൊളി റിസോർട്ടിലാണ് നമുക്ക് ലഞ്ച് പാർട്ടി എന്നുള്ളത്. 24 കാരറ്റ് എന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലാണിത്. ഒരു റിസോർട്ട് സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. നല്ല അടിപൊളി ആംബിയൻസാണ് ഇവിടെ. രാത്രിയൊക്കെ വന്നാൽ നല്ല അടിപൊളി വൈബാണെന്നാണ് ഇവർ പറഞ്ഞത്. എന്തായാലും നമ്മൾ പോയത് ഉച്ച സമയത്താണ്. നല്ല അടിപൊളി ഫുഡുമാണ് കേട്ടോ. നല്ല അടിപൊളി വൈറ്റ് റൈസും അതുപോലെ കർണാടക സ്റ്റൈലുള്ള ഒരു ഫുഡാണ് ഞങ്ങൾ കഴിച്ചത്. അടിപൊളി സ്വിമ്മിംഗ് പൂളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ കൊട്ടേഷൻ്റെ റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. മംഗലാപുരം ഉടുപ്പിയോട് യാത്ര പറഞ്ഞിട്ട് ഇനി അടുത്ത മാസം മെയ് 17, 18 തീയതികളിലാണ് കല്യാണം നടക്കുന്നത്. അന്ന് അടിപൊളി സെറ്റപ്പിൽ നമ്മൾ തിരിച്ചു വരണം. ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ കാസർഗോഡ് വയഡക്റ്റ് പാലത്തിൻ്റെ മുകളിലൂടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വീണ്ടും കാണാം എന്ന ഉറപ്പോടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കല്യാണ ഫംഗ്ഷനുകൾ, മറ്റ് ഇവൻറ്റുകളൊക്കെ മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ നല്ല രീതിയിൽ നല്ല ഫുഡ്, ടേസ്റ്റി ഫുഡ്, ക്വാളിറ്റിയുള്ള ഫുഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. DM ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.